നേരം ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം ആളുകൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവിയെക്കുറിച്ചാണ്. ഒരുപാട് പേര് ഈ ദേവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10-20-25 വർഷമായിട്ട് മാത്രമാണ് ഇങ്ങനൊരു ദേവി ഉണ്ട് എന്ന് സാധാരണക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ശാസ്തമംഗലം എന്നൊരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് അവിടെ പ്രത്യങ്കിര, ദേവിയുടെ പേര് പ്രത്യങ്കിര എന്നാണ്. പ്രത്യുംഗിരി എന്ന് പറയും, അല്ലെങ്കിൽ പ്രത്യങ്കര എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു അമ്പലമുണ്ട് എന്നും ആ അമ്പലം എന്താ പറയുന്നത് ഒരു വളരെ ശക്തിയുള്ള അമ്പലമാണ് എന്നും, അതേപോലെ ആ ദേവിയെ ഉപാസിച്ചാൽ ശത്രു സംഹാരം സുനിശ്ചിതമാണെന്നും ഒക്കെ ഉള്ള നിരന്തര അനുഭവങ്ങളാണ് എനിക്ക് തോന്നുന്നു ആളുകളെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തത്. അതായത് പണ്ട് ഹിരണ്യകശിപുവിനെ വധിച്ച നരസിംഹമൂർത്തി അത്യുഗ്രകോപം കൊണ്ട് അലറി, ദിഗന്ധം പൊട്ടുമാർ ഉച്ചത്തിൽ അലറി, സർവ്വലോകങ്ങളും കിടുകിട വിറച്ചു. സകല ജീവജാലങ്ങളും ഭിക്ഷകിന്നര ഗന്ധർവ എന്താ പറയുന്നത് വിദ്യാധരാധികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ അഷ്ടദിക്പാലന്മാരും ദേവന്മാരും അസുരന്മാരും എല്ലാവരും ഭയങ്കരമായിട്ട് ഭയഭീതരായി, സംഭീതരായി. അവരെല്ലാവരും ഈയൽ പോലെ വിറച്ചു. അപ്പം അങ്ങനെ ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷവും ആ ക്രോധത്തിന് ശമനമുണ്ടായില്ല. അപ്പം എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഓടിപ്പോയി കൈലാസത്തിൽ പോയിട്ട് മുനിമാരുൾപ്പെടെ ശ്രീ പരമേശ്വരനെ കണ്ടു. നരസിംഹത്തിൻ്റെ കോപം തടുപ്പിക്കണം, ശമനം ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടു. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ എന്ത് പറ്റി പറഞ്ഞാൽ ശിവൻ്റെ ഉഗ്രമായ തേജസ്സിൽ നിന്ന് ആവിർഭൂതയായ കരാളവദനയായിട്ടുള്ളൊരു അത്യുഗ്രമൂർത്തി ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ മൂർത്തിയുടെ പേരാണ് പ്രത്യങ്കിര അല്ലെങ്കിൽ പ്രത്യുങ്കിരി എന്നൊക്കെ പറയും. അതായത് നരസിംഹത്തെ വെല്ലുന്ന രൗദ്രതയോട് കൂടിയിട്ട്, അത്യന്തം ഭീഷണമായിട്ടുള്ള അട്ടഹാസത്തോടു കൂടിയിട്ട്, ലംഷ്ട്രകളും എന്താ പറയുന്നത് നമുക്ക് ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഭാവഭാവാദികളോടും കൂടിയിട്ട് അത്യുഗ്രശക്തിയുള്ള ഒരു മൂർത്തി ആവിർഭൂതയായി. അതാണ് പ്രത്യങ്കിര. ശൈവ നരസിംഹം എന്നൊക്കെ പറയും. ചിലരിതിനെ നാരസിംഹിയുമായിട്ട് ബന്ധപ്പെടുത്തും. നാരസിംഹി തന്നെയാണ് ഇതെന്ന് പറയും. പലതും പല തരത്തിൽ എക്സ്പ്ലനേഷൻ അഥവാ നിർവചനമുണ്ട് ഇതിനെക്കുറിച്ച്. എന്തായാലും ശരി, ദേവി ആവിർഭവിച്ചപ്പോൾ, ഉദ്ഭൂതയായപ്പോൾ നരസിംഹം ശാന്തനായി. നരസിംഹത്തിന് പോലും വേണ്ടപ്പെട്ട നരസിംഹത്തിൻ്റെ ഉഗ്രത, അതിനേക്കാൾ ഉഗ്രതയുള്ള ഒരു മൂർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ഉഗ്രത ശമിച്ചു എന്നാണ്. അപ്പം ആ മൂർത്തി വിഘ്നങ്ങളെ മാറ്റാനും സമ്പത്തിനും ശത്രുനാശത്തിനും സന്താനലബ്ധിക്കും വ്യവഹാരങ്ങൾ അഥവാ കേസുകൾ വിജയിക്കുന്നതിനും എല്ലാ രോഗങ്ങളും ശമിപ്പിക്കുന്നതിനും സർവഗ്രഹബാധാദോഷങ്ങൾ ശമിപ്പിക്കുന്നതിനും ആപത്തൊഴിവാക്കുന്നതിനും ക്ഷുദ്രാഭിചാര ദോഷങ്ങൾ മാറ്റിയെടുക്കുന്നതിനും പറ്റിയ ദേവിയാണ് എന്ന് പറയുന്നുണ്ട്. അത്യുഗ്രശക്തിയാണ്. പലയിടങ്ങളിലുമുണ്ട് ഈ പ്രത്യങ്കിരിയുടെ പ്രതിഷ്ഠ. തമിഴ്നാട്ടിൽ അയ്യാവാടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ നമ്മുടെ വറ്റൽമുളകാണ് അവിടെ നിവേദ്യം. വറ്റൽമുളക് കൊണ്ട് ഉള്ള വഴിപാടുകൾ അവിടെ ചെയ്യുന്നു. ശത്രുക്കൾ നശിച്ച് നാമാവശേഷമാകും എന്നാണ് വിശ്വാസം. അതേപോലെ പ്രത്യങ്കിര ഹോമമുണ്ട്, ഹോമം നടത്തുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് തന്നെ ഇവിടുന്ന് MC റോഡ് വഴി പോകുമ്പോൾ കിളിമാനൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയ ഉപാസകനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിനോട് ചേർന്ന് പ്രത്യങ്കിരി പ്രതിഷ്ഠ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അദ്ദേഹം പ്രത്യങ്കിര ഉപാസനയും അതിൽ പ്രത്യങ്കിര ഹോമമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യങ്കിര എന്ന് പറയുന്ന മൂർത്തി ഇതെല്ലാത്തിനും നല്ലതാണ്. കുട്ടികളുണ്ടാകാൻ, വിഘ്നങ്ങളും ശമിക്കാൻ, സമ്പത്തിന്, ശത്രുനാശത്തിന്, വ്യവഹാരങ്ങളിൽ വിജയിക്കാൻ,
ആപത് നിവാരണത്തിന്, രോഗശമനത്തിന്, ഗ്രഹബാധാദോഷങ്ങൾക്ക്, ക്ഷുദ്രാഭിചാര ദോഷങ്ങൾ മാറാൻ ഒക്കെ നല്ലതാണ്. പിന്നെ പ്രത്യങ്കിര ഭഗവതിയുടെ മാലാമന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ചെറിയ മന്ത്രമുണ്ട് കേട്ടോ, സ്മോൾ മന്ത്ര ഓൾസോ ഈസ് അവൈലബിൾ. പക്ഷേ പ്രത്യങ്കിര ഭഗവതിയുടെ മാലാമന്ത്രം ജപിച്ചാൽ സർവ്വവിജയവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ധ്യാന ശ്ലോകമൊക്കെ ഉണ്ട്. എന്തായാലും അത് കൂടുതൽ വിശദമായിട്ട് ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. എങ്കിൽ പോലും പ്രത്യങ്കിര ദേവിയുടെ മന്ത്രം, മാലാമന്ത്രം, പ്രത്യങ്കിരയുടെ ബീജമന്ത്രമുണ്ട്, ചെറിയ മന്ത്രങ്ങളുണ്ട്, ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഗുരുവിൻ്റെ ഉപദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹപ്രകാരം അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് ജപിക്കുക എന്നാണ് പറയുക. അങ്കിര ഋഷി അനുഷ്ടുപ് ഛന്ദ പ്രത്യങ്കിര ദേവതാഹ. നമ്മൾ ഉപചാരക്രമങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യുമ്പോൾ ഋഷി ഛന്ദസ് ദേവതയൊക്കെ വെച്ച് നമുക്ക് ചൊല്ലാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ധ്യാനമന്ത്രം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യങ്കിര മാലാമന്ത്രം ഞാനിവിടെ വെറുതെ ഒന്ന് ചൊല്ലുന്നു. ഓം കൃഷ്ണവാസോപസാനേ ശതസഹസ്രകോടി സിംഹാസനേ സഹസ്രവദനേ അഷ്ടാദശഭുജേ മഹാബലേ മഹാബലപരാക്രമപൂജിതേ ദേവി മഹാപ്രത്യങ്കിരേ പരസേനാമർദിനി പരകർമ്മവിധ്വംസിനി പരയന്ത്രവിച്ഛേദിനി പരമന്ത്രോച്ചാടനി സർവഭൂതദമനി സർവരക്ഷോവിനാശിനി സർവാപൽനിവർത്തിനി ക്ഷാം ഐം ഹ്രീം മാം സർവോപദ്രവേഭ്യഃ സർവാപദ്ഭ്യോ രക്ഷ രക്ഷ ഹ്രാം ഹ്രീം ഹ്രൂം ഹ്രൈം ഹ്രൗം ഹ്ര സർവദേവാനാം മുഖം ബന്ധയ ബന്ധയ സർവവിഘ്നാൻ ഛിന്ധി ഛിന്ധി സർവദുഷ്ടാൻ മർദ്ദയ മർദ്ദയ സർവക്ഷുദ്രാൻ ഭക്ഷയ ഭക്ഷയ സർവരോഗാൻ കൃന്ദയ കൃന്ദയ ക്ഷാം ഹ്രാം ക്ഷീം ഹ്രീം ജ്വാലാജിഹി കരാളദംഷ്ട്രേ മഹാപ്രത്യങ്കിരേ മഹാവിദ്യേ മഹാശാന്തേ കുരു കുരു സർവജനവശ്യം വിധേഹി വിധേഹി സർവവ്യവഹാരാൻ സാധയ സാധയ സർവസമ്പദോ വർദ്ധയ വർദ്ധയ വംശതന്തും വിസ്താരയ വിസ്താരയ ഓം ഐം ഹ്രീം ജംഭയ ജംഭയ മോഹയ മോഹയ സ്തംഭയ സ്തംഭയ ഹും പ്രത്യങ്കിരസേ സ്വാഹ എന്നാണ് മന്ത്രം. അപ്പം ആ മന്ത്രം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് വളരെ ശക്തിയുള്ള മന്ത്രമാണ്. വളരെ ശക്തിയുള്ള മന്ത്രം. ഒരുപാട് അഭിചാരക്രിയകൾ, ക്ഷുദ്രക്രിയകൾ, അതേപോലെ തന്നെ ദുഷ്ടജനങ്ങളുടെ അല്ലെങ്കിൽ പ്രതിയോഗികളുടെ അല്ലെങ്കിൽ പ്രതികാരദാഹികളുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഭസ്മമായിട്ട് പോകും. പിന്നെ ഇത് ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ ദേവിക്ക് ഒരു സ്വകാര്യ പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ എൻ്റെ അത് കൊടുക്കുന്നില്ല. അത് ഗുരുവിൻ്റെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അത് കൊടുക്കുന്നില്ല. അത് നമ്മൾ ആ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം ഇത് ജപിക്കാൻ. പ്രത്യങ്കിര ഭഗവതി മാലാമന്ത്രം പഠേന്നര സർവസിദ്ധിമവാപ്നോതി സർവത്ര വിജയീ ഭവേൽ എന്ന ഫലശ്രുതിയുമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു ശക്തി കിട്ടും. പ്രത്യങ്കിര രക്ഷയുണ്ട് കേട്ടോ, രക്ഷയും എഴുതിക്കെട്ട ഭയങ്കര ശക്തിയുള്ളതാണ്. ഈ ശക്തിയുള്ളതാണെന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ അത് അറിയേണ്ട അല്ലെങ്കിൽ അറിയുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കണം. ഇപ്പം നാട്ടിലെല്ലായിടത്തും രക്ഷ എഴുതി കിട്ടുന്ന ആൾക്കാരുണ്ട്. എന്ത് പറഞ്ഞാലും ഒരു രക്ഷ എഴുതി 2 ദിവസത്തിനുള്ളിൽ തരും. അപ്പോൾ അങ്ങനെ 2 ദിവസം കൊണ്ടൊന്നും ജപിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നല്ല മന്ത്രസിദ്ധിയുള്ള മന്ത്രസ്ഫുരണമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ. ചില രക്ഷകളൊക്കെ അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിൻ്റെ അകത്തൊന്നും കാണുകയില്ല. വെറും ഒരു കടലാസ് ചുരുൾ മാത്രമായിരിക്കും കാണുക. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട്. അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. നല്ലവണ്ണം മന്ത്രം ചൊല്ലുകയും മന്ത്രസിദ്ധിയും മന്ത്രസ്ഫുരണവുമുള്ള ആൾക്കാർ
അമ്മയെ നിരന്തരമായി ഭജിച്ച് ശക്തി ആർജിച്ചവർ, അങ്ങനെയുള്ളവരെ കൊണ്ട് വേണം ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ചെയ്യിക്കാനും അതേപോലെ തന്നെ രക്ഷകൾ നിർമ്മിക്കാനും കെട്ടാനുമൊക്കെ. അപ്പോൾ എന്തായാലും പ്രത്യങ്കിര ആദിശക്തയാണെന്നുള്ളതിന് സംശയമില്ല. എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആദിശക്തയാണ്. ഷീ ഈസ് ഇമ്മൻസ്ലി പവർഫുൾ. നമ്മൾ അമ്മയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മളെ കൈവിടില്ല. പിന്നെ എന്തിനും ഏതിനും നമുക്ക് ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ അപ്പുറത്തുനിന്ന് നമ്മളെ തുറച്ചു നോക്കി, അല്ലെങ്കിൽ നമ്മുടെ വിളയുടെ മണ്ണ് തോണ്ടിയെന്നോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അതിർത്തിയിൽ കുറ്റിയടിച്ചു എന്നൊക്കെ പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മളിങ്ങനെ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പം അത് ചെയ്യാൻ പാടില്ല. എന്തായാലും ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് കോപിഷ്ഠനായിരുന്ന നരസിംഹത്തെ ശാന്തനാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശാന്തനാക്കിയ അത്യുഗ്രമൂർത്തി, അതായത് നരസിംഹത്തേക്കാൾ ഭീഷണമായ മൂർത്തി പ്രത്യങ്കിര. ആ പ്രത്യങ്കിര അമ്മയുടെ പാദങ്ങളിൽ നമുക്ക് നമിക്കാം. പ്രത്യങ്കിരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ഇവിടുത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.